മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും വല്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ദുബായ് ഏറ്റവും മോസ്റ്റ് സേഫ് പ്ലേസ് ഇൻ ദ വേൾഡ് എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉള്ള ഒരു എമിറേറ്റിൽ ഈ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്ന് പറയുമ്പോൾ അവരെ അലോസരപ്പെടുത്തുന്ന കാര്യം തന്നെയാണത്. ഇറാൻ 14 രാജ്യങ്ങളിലൊക്കെ ഒരേ സമയത്ത് ആക്രമിക്കാനുള്ള ഡ്രോണുകളുമായിട്ട് പതിയിരിക്കുമ്പോൾ ഗൾഫ് നാടുകളിലെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി മുഹമ്മദ് റഗീസ് തത്സമയം ചേരുന്നു. പറയൂ റഗീസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ, ഒരു കരയുദ്ധത്തിലേക്ക് ഇറാനെ വലിച്ചിഴയ്ക്കാനുള്ള നീക്കമുണ്ടായാൽ ഇറാൻ്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ കരസേന തന്നെയാണ്. ആൾബലത്തിലും ശക്തിയിലും തന്ത്രത്തിലും ഇറാൻ്റെ കരസേന വളരെ ശക്തിയുള്ളൊരു സേന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കാർബറ്റ് ബോംബിങ്ങിലൂടെയും ഡ്രോൺ ആക്രമണത്തിലൂടെയും ഒക്കെ തന്നെ ഇവരെ തച്ച് തകർക്കാൻ അമേരിക്കയും ഇസ്രയേലും തീരുമാനിച്ചത്. എന്നാൽ കരയുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നൊരു സാഹചര്യം ഈ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ബോധ്യപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദുബായിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി മുഹമ്മദ് റഗീസ് തത്സമയം ചേരുന്നു. പറയൂ റഗീസ്, ഗുഡ് മോർണിംഗ്. എന്താണിപ്പോൾ അവിടുത്തെ എമിറേറ്റുകളുടെ അവസ്ഥ? യു എയിലെ പ്രസിഡന്റും ഒക്കെ ഇന്നലെ ദുബായ് മാളിലെത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ ജനങ്ങളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മോർണിംഗ് എസ് കെ. എന്തായാലും യു എയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി അവർ കണ്ട കാഴ്ചകൾ വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. കാരണം യു എ പ്രസിഡന്റ് ഒപ്പം തന്നെ ദുബായ് കിരീടാവകാശിയും യു എയുടെ ഉപപ്രധാനമന്ത്രിയും ഒക്കെ ദുബായ് മാളിലേക്ക് എത്തുകയും അവിടെ ആളുകളെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവർ പുറത്തുവിട്ട ദൃശ്യങ്ങളും ഒക്കെ കാണുമ്പോൾ യു എയിലുള്ള എല്ലാവർക്കും വലിയ ആത്മവിശ്വാസം നൽകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഇന്ന് രാവിലെ വന്ന ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വിഷ്വൽസും അത് തന്നെയാണ്. മറിച്ച് അപകടത്തിലേക്കൊക്കെയും ആക്രമണങ്ങളിലേക്കൊക്കെ വരികയാണ് എങ്കിൽ അത് രാവിലെ പതിവ് പോലെ തന്നെ ഗൾഫ് മേഖലയിലെ ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിൽ ഒക്കെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ യു എയിൽ നമുക്കൊക്കെ ഒരു 3 മണിയോടുകൂടി ഇന്ന് രാവിലെ ഫോണിൽ അലേർട്ട് ലഭിക്കുകയുണ്ടായി. 3 മണി യു എ സമയം, ഇന്ത്യൻ സമയം 4:30 ഒരു അലേർട്ട് ലഭിക്കുന്നു. ആ അലേർട്ടിൽ വീടുകളിൽ തന്നെ തുടരണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അലേർട്ടുമായി ബന്ധപ്പെട്ട് വന്നത്. അതിന് പിന്നാലെ ഒരു മണിക്കൂർ നീണ്ടു നിന്ന ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഏതാണ്ട് 4:05 പിന്നീട് ആ അലേർട്ട് പിൻവലിക്കുകയും നിലവിൽ കാര്യങ്ങൾ സേഫ് ആണ് എന്നുള്ള വിവരം വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് യു എ പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അബുദാബി കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് പ്രാഥമികമായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിച്ച വിവരമല്ല. പക്ഷേ അവിടെയുള്ള കുറച്ച് ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഉഗ്ര ശബ്ദം കേട്ടു എന്നും ഒപ്പം തന്നെ അവിടെ ഒരു പാനിക് സിറ്റുവേഷൻ രാവിലെ യു എ സമയം 3 മണിയോടുകൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും അബുദാബിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. മറിച്ച് എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണമാണ് യു എയുടെ നിന്ന് ലഭിച്ചത്. ഇനി എവിടെയാണ് അപകടം ഉണ്ടായത്, അതിന്റെ ഒരു അലയൊലികൾ കൊണ്ട് എവിടെയൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരം അല്പം മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് അത് ഔദ്യോഗികമായിട്ട് യു എ അറിയിക്കും. അതോടൊപ്പം തന്നെ കുവൈറ്റിലും ബഹ്റൈനിലും ഖത്തറിലുമൊക്കെ ഇത്തരത്തിൽ ആക്രമണമുണ്ടായി. ഏതാണ്ട് ഇതേ ഒരു സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ കാണുന്നത്. രാവിലെ ഒരു വെളുപ്പിനെ 3 മണിയോടുകൂടിയും 2 മണിയോടുകൂടിയും ഒക്കെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണം തന്നെയാണ് ഇത്തവണയും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതൊക്കെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു അറിയിപ്പോട് കൂടിയിട്ട് ഉള്ള വിവരങ്ങളാണ് ഈ മന്ത്രാലയങ്ങളൊക്കെയും പങ്കുവച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടും ഇന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം നേരത്തെ ഈ ഹെവി ട്രക്കുകളൊന്നും പകൽ സമയത്ത് പ്രധാനപ്പെട്ട റോഡുകളിലൊന്നും യാത്ര ചെയ്യാൻ യു എയിൽ അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെയും ഈ ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ, സാധനങ്ങളുടെ ദൗർലഭ്യത ഉണ്ടാകാതിരിക്കാൻ കൃത്യമായി എല്ലായിടത്തേക്കും കമ്മോഡിറ്റീസ് എത്താനായിട്ട് അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ നീക്കിയിരിക്കുന്നു. അപ്പോൾ ചരക്ക് ഗതാഗതം ഇന്ന് റോഡ് മാർഗം കൂടുതൽ സുഗമമാക്കാൻ കൂടിയാണ് യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ശ്രദ്ധ പോകേണ്ട ഒരു പ്രധാന പോയിന്റ് ഇന്ന് രാവിലെ ബഹ്റൈൻ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ നിലയിൽ കഴിഞ്ഞ 3 ദിവസവും ഏറ്റവും കൂടുതൽ ആക്രമണം ഈ രാവിലെയൊക്കെയും ഉണ്ടാകുന്നത് ബഹ്റൈൻ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ബഹ്റൈനിൽ നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇന്നലെ വരെയുള്ള കാഷ്വാലിറ്റീസ് അടങ്ങിയ ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അതിൽ എല്ലാ രാജ്യങ്ങളും അവകാശപ്പെടുന്നത് ഏതാണ്ട് 98% ആക്രമണങ്ങളെയും മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ
തങ്ങൾക്ക് കൃത്യമായി തന്നെ അത് ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ടെറിട്ടറിയിൽ പതിച്ച മിസൈലുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒപ്പം തന്നെ പലതും കടലിലാണ് പതിക്കുന്നത്. ജനവാസ മേഖലയിൽ അങ്ങനെ കാര്യമായി നിലത്ത് വീണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുമുണ്ട്. പക്ഷേ ഈ ആക്രമണം നിലവിൽ നടക്കുന്ന സ്ഥലങ്ങൾ അത് ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ ഈ പറയുന്ന ഈ തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചൊക്കെ ആക്രമണം നടക്കുമ്പോൾ എത്ര നാൾ ഇതുപോലെ ഉള്ള ഒരു നിലപാടുമായി ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഒമാനിൽ ഇന്നലെ ഉണ്ടായ ആക്രമണമൊക്കെയും കണക്കിലെടുത്ത് എത്ര നാൾ ഇതേ സ്റ്റാൻഡിൽ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എന്തായാലും ഈ എയർലൈൻസ് ഒക്കെ തുറക്കുന്നത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടിയായി കാണാം. SKM. ഓക്കെ, താങ്ക് യു. ദുബായിൽ നിന്ന് മുഹമ്മദ് റയീസാണ് തത്സമയം ചേർന്നത്. അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെടുന്നത് പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.